സോ വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 15 ഗൈസ്. അപ്പോൾ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതായത് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര വലിയ സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ഹൈ വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രേഡ്സിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു കീ കമ്പണൻ്റ് ആണ്. ഓക്കെ, ഒരു ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ, ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് എ ബിഗ് പാർട്ട്. ഓക്കെ, സോ സ്ട്രാറ്റജി പോലെ തന്നെ, അല്ലെങ്കിൽ സ്ട്രാറ്റജിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലൊരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റത്തില്ല. സോ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ട്രേഡിംഗ് ഒരു ഗാംബ്ലിംഗ് ആണ്. സോ ട്രേഡിംഗ് ഓൾറെഡി അതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. സോ നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ അതൊരു പ്യുവർ ഗാംബ്ലിംഗ് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ബിൽഡ് ചെയ്യാം. ആൻഡ് ആ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പം ഞാനിവിടെ 4 കീ ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യണത്. അതായത് ഒരു ട്രേഡിലോട്ട് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട 4 കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് നമ്മുടെ ക്യാപിറ്റലാണ്, ഒന്ന് റിസ്ക് പെർ ട്രേഡ് ആണ്, രണ്ട് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്, ഒന്ന് നമ്മുടെ മാക്സ് ലോസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ക്യാപിറ്റൽ. സോ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ബേസിൽ വേണം നമ്മളെപ്പോഴും റിസ്ക് മാനേജ് ചെയ്തിട്ട് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കാൽക്കുലേഷൻ നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, ഇപ്പം എൻ്റെ ക്യാപിറ്റൽ ഒരു $1000 ആണ് എൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, $1000 ആണ് ഞാനിവിടെ ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, $1000 ആണ് എൻ്റെ ക്യാപിറ്റൽ. സോ ഞാനിവിടെ ചെയ്യാൻ പോണത് റിസ്ക് പെർ ട്രേഡ്. ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യാൻ പോണത് 2% ആണ്. അതായത് 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ $1000 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ $20. അതായത് ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, ആ ഒരു ട്രേഡ് SL ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മാക്സിമം സംഭവിക്കേണ്ടത് എത്രയാണ്? $20 ആണ് എനിക്ക് അവിടെ സംഭവിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ട്രേഡ് കയറിയിട്ടുണ്ട്. സോ ഇവിടുത്തെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10 പിപ്സ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, സോ ഞാൻ എൻട്രി എടുക്കുന്നു. ഇവിടെ ഞാൻ എൻട്രി എടുത്തു, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ എൻട്രി എടുത്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ ഈ ഒരു ഹൈ ആണ്. സ്റ്റോപ്പ് ലോസിന് പിപ്പ് സൈസ് എത്രയാണ്? 10 പിപ്സ് ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസിന് പിപ്പ് സൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ട്രേഡ് കയറുന്ന സമയത്ത് ഞാൻ ആ ഒരു റിസ്ക് മാനേജ് ചെയ്തിട്ട് വേണം ആ ഒരു ട്രേഡ് കയറാൻ. അല്ലെങ്കിൽ ഞാൻ എത്രയാണോ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ $20 ആണ് ഞാൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു $20 ആൻഡ് എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് സൈസും അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലോട്ട് സൈസ് കാൽക്കുലേഷൻ ചെയ്യണം. സോ റിസ്ക് മാനേജ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് റിസ്ക് പെർ ട്രേഡ് ആണ്. സോ റിസ്ക് പെർ ട്രേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമുക്കവിടെ ലോട്ട് സൈസ് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. സോ ലോട്ട് സൈസ് കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പ്രീവിയസ് വീഡിയോയുടെ അകത്ത് ചെയ്തിട്ടുണ്ട്. ബുട്ട് ക്യാമ്പ് ഡേ 14 ലോട്ട് സൈസ് കാൽക്കുലേഷൻ ആണ്. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം. ഓക്കെ, അപ്പോൾ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ ഗോൾഡിലാണ്. സോ ഗോൾഡിലാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ നമുക്കവിടെ $1 പെർ പിപ്പാണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 10 പിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ 10 പിപ്സ് വരുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ പ്രൈസ് നേരെ തിരിച്ച് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര ലോസ് വരാൻ പാടുള്ളൂ? മാക്സിമം അവിടെ എനിക്ക് $20 ആണ് ലോസ് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ $20, ആവറേജ് $20 വേണം ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ 10 പിപ്പാണ് സ്റ്റോപ്പ് ലോസ്. 0.01 ലോട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ലോസ് വരുന്ന എത്രയാണ്? $10. അപ്പോൾ അതേ സമയത്ത് ഞാനിവിടെ 0.02 ലോട്ട് എടുക്കുവാണെങ്കിലോ, 2 ലോട്ട് എടുക്കുവാണെങ്കിലോ, ഓക്കെ, 0.01 ലോട്ടാണെങ്കിൽ $1 പെർ പിപ്പ്. അപ്പോൾ 0.02 ലോട്ടാണെങ്കിലോ, 0.02 ലോട്ടാണെങ്കിൽ നമുക്കവിടെ $2 പെർ പിപ്പാണ് നമുക്കവിടെ പ്രോഫിറ്റ് ഓർ ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? ഇപ്പോൾ 0.02 ലോട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് കയറിയിട്ടുള്ളെങ്കിൽ
10 പിപ്പാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഒരു പിപ്പിന് $2 വെച്ചിട്ട് പോകും. ഇപ്പോൾ 10 ഇൻറ്റു 2 $20 എനിക്ക് ഇവിടെ മാക്സിമം ഈ ഒരു ട്രേഡ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലോട്ട് സൈസ് കാൽക്കുലേഷൻ ആണ്. അതായത് ഒരു ട്രേഡിൽ നമ്മൾ എത്രയാണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് തിങ്, ഓക്കെ, ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, റിസ്ക് മാനേജ്മെൻറ്റിലോട്ട് പോകുന്ന സമയത്ത് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമ്മൾ എത്രയാണോ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യണത് അതിൻ്റെ ബേസിൽ വേണം നമ്മളതിൻ്റെ ലോട്ട് സൈസ് കാൽക്കുലേഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പിപ്പ് സൈസിൻ്റെ ബേസിലാണ്. ഓക്കെ, എത്രയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് പിപ്പ് സൈസ് പറഞ്ഞത് അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എവിടെയാണ് എൻട്രി എടുക്കുന്നത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണത് അതിൻ്റെ ബേസിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പിപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. പിപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ലോട്ട് സൈസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബുട്ട് ക്യാമ്പ് ഡേ 14 ലോട്ട് സൈസ് കാൽക്കുലേഷൻ ആണ്. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ക്യാപിറ്റലിൻ്റെ കൂടെ, ക്യാപിറ്റൽ മാത്രമല്ല ഇവിടെ നമ്മൾ എന്ത് വേണം, ലോട്ട് സൈസ് കാൽക്കുലേഷൻ കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലോട്ട് സൈസ് കാൽക്കുലേഷൻ എന്താ പറയുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, $20 ആണ് ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യണത്. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണ്, $1000 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു $1000 എന്ന്, ഓക്കെ, നമ്മളിവിടെ ഒരു ട്രേഡിൽ മാക്സിമം റിസ്ക് ചെയ്യണത് $20 ആണ്. ഓക്കെ, അപ്പോൾ ഈ $1000 സീറോ ആവണമെങ്കിൽ, ഓക്കെ, അതായത് നമ്മുടെ ക്യാപിറ്റൽ ഫുള്ള് വാഷ് ഔട്ട് ആവണമെങ്കിൽ നമുക്കിവിടെ എത്ര ട്രേഡ് ലോസ് കിട്ടണം. ഓക്കെ, ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യണത് $20 ആണ്. അപ്പോൾ പെർ ട്രേഡ് എല്ലാ ട്രേഡും ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ $1000 ഇന്ന് നമ്മൾ സീറോയിലോട്ട് എത്തണമെങ്കിൽ, അതായത് $1000 ആണ് നമ്മുടെ ക്യാപിറ്റൽ, $1000 ടു $0 ആവണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം, ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യണം എത്രയാണ്, $50. ഓക്കെ, സോറി, $20. അപ്പോൾ 50 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ ഇടണം. ഓക്കെ, അതായത് ഒരു നമ്മൾ ആ ഒരു ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 50 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടുമ്പോഴാണ് നമ്മൾ ആ ഒരു $1000 എന്ന് $0 എത്തണം. ഓക്കെ, അതായത് ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യണത് $20 ആണ്. അപ്പോൾ 20 ഇൻറ്റു 50 എത്രയാണ്, 1000. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഇവിടെ സീറോ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, 50 ട്രേഡ് നമുക്ക് ബാക്ക് ടു ബാക്ക് എസ് കിട്ടണം. ആ ഒരു കാൽക്കുലേഷൻ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, 50 ട്രേഡ് ബാക്ക് ടു ബാക്ക് എസ് കിട്ടിയാലാണ് നമ്മുടെ ക്യാപിറ്റൽ 1000 എന്ന് സീറോ ആവണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ സ്ട്രാറ്റജി. നമ്മളിവിടെ യൂസ് ചെയ്യണത് സ്ട്രാറ്റജി എ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരിക്കലും ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഒരു സ്ട്രാറ്റജി പഠിക്കുക, എന്ത് ചെയ്യുക, ആ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യണത് സ്ട്രാറ്റജി എ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ഗോൾഡ് ബ്രേക്കർ സ്ട്രാറ്റജി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ. ഓക്കെ, XAU ബ്രേക്കർ സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ $1000 ആണ്. നമ്മൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2% ആണ്. ഒരു ട്രേഡ് സെൽ ചെയ്യുകയാണെങ്കിൽ മാക്സിമം $20 ലോസ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി XAU ബ്രേക്കർ സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഗോൾഡ് ബ്രേക്കർ സ്ട്രാറ്റജിയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഓക്കെ, സോ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ RRR. ഓക്കെ, അതായത് നമ്മൾ എത്രയാണ് റിസ്ക് ചെയ്യണത്, എത്രയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു 10 പിപ്സ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എത്രയാണെന്ന് വിചാരിച്ചു, ഒരു 20 പിപ്സ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 10 പിപ്സ് സ്റ്റോപ്പ് ലോസ്, 20 പിപ്സ് ടാർഗറ്റ്. ഇതിന് നമ്മൾ എന്ത് പറയും, 1:2 എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ റിസ്ക് ചെയ്യണ എമൗണ്ടിൻ്റെ 2 ടൈംസ് ആണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, 10 പിപ്സ് ആണ് റിസ്ക് ചെയ്യണമെങ്കിൽ 20 പിപ്സ് ആണ് ടാർഗറ്റ് ചെയ്യണം. അല്ലെങ്കിൽ $20 ആണ് നമ്മൾ റിസ്ക് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, 10 പിപ്സിലാണ് സ്റ്റോപ്പ് ലോസ്, 20 പിപ്സിലാണ് ടാർഗറ്റ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും, 0.02 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ
0.02 ലോട്ടിന് $2 പെർ പിപ്പ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ $20 ലോസ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 20 ഇൻറ്റു 2 $40 പ്രോഫിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ റിസ്ക് ചെയ്യണ എമൗണ്ടിൻ്റെ 2 ടൈംസ്. ഇപ്പോൾ $30 ആണ് നമ്മൾ ടാർഗറ്റെങ്കിലോ 1:3 ആണത്. ഓക്കെ, അതായത് 10 പിപ്പ് റിസ്ക് ചെയ്യണു, $30 പിപ്സ് ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ $20 ആണ് നമ്മുടെ ലോസ് എങ്കിൽ 0.02 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ 20 ഇൻറ്റു 3 $60 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, അതിനാണ് നമ്മൾ 1:3 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 1:2 ആണ് യൂസ് ചെയ്യണം. ഓക്കെ, സോ ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് കാണാം. ഓക്കെ, ഇവിടെ 1:2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2. ഇപ്പോൾ താഴോട്ട് വേണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യണ കാണാം. സോ 3 എത്തിച്ച് കഴിഞ്ഞാൽ എത്രയാണത്? 1:3. ഓക്കെ, ഇവിടെ 10 കാണാം, 1:3. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 1:2 സെറ്റ് ചെയ്യണത്. അതായത് 10 പിപ്പ് റിസ്ക് ചെയ്യണു, $20 ടാർഗറ്റ് ചെയ്യുന്നു. അതായത് $20 റിസ്ക് ചെയ്യണു, $40 ടാർഗറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ RR എത്രയാണ്? 1:2. ഓക്കെ, സോ 1:2 ആണ് നമ്മുടെ RR. അപ്പം നമ്മൾ ഫിക്സഡ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് നമ്മുടെ വിൻ റേറ്റ്. ഓക്കെ, സോ നമ്മുടെ സ്ട്രാറ്റജിയുടെ വിൻ റേറ്റ് ഒരു 50% ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ 50% വിൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 50% ലോസ് ആയിരിക്കും, 50% വിൻ ആയിരിക്കും. ഓക്കെ, അതായത് 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ട്രേഡ് SL ആയിരിക്കും, 5 ട്രേഡ് TP ആയിരിക്കും. ഇപ്പോൾ ഒരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 10ൽ 5 ട്രേഡ് SL ആയിരിക്കും, 5 ട്രേഡ് TP ആയിരിക്കും. ഓക്കെ, 5 ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും, 5 ട്രേഡ് എന്ത് ചെയ്യും? SL ഹിറ്റ് ചെയ്യും. സോ അതാണ് വിൻ റേറ്റ് വെച്ചിട്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജിയുടെ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചുള്ള ഗോൾഡ് ബ്രേക്കർ സ്ട്രാറ്റജിയുടെ ആവറേജ് വിൻ റേറ്റ് പറഞ്ഞ ഒരു 50 to 60% ആണ്. ഓക്കെ, നമ്മളൊരു 50% എടുത്തിട്ട് ഔട്ട് ഓഫ് 10 ട്രേഡ്സ് അതിൻ്റെ ഔട്ട്കം എന്താ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ, അതിൻ്റെ അവിടെ നമുക്ക് ലോസ് ആണ് വരുന്നത്, ആ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ $1000 ആണ് ക്യാപിറ്റൽ, നമ്മളൊരു ട്രേഡിൽ റിസ്ക് ചെയ്യണത് $20 ആണ്, നമ്മൾ ടാർഗറ്റ് ചെയ്യണത് 1:2 ആണ്, റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്, വിൻ റേറ്റ് $50 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ TP ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് ഇവിടെ പ്രോഫിറ്റ് വരുന്നത്? സോ റിസ്ക് ചെയ്യണത് $40, ടാർഗറ്റ് റിസ്ക് ചെയ്യണത് $20, ടാർഗറ്റ് ചെയ്യണത് $40. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ $40 ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ SL ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ $20 ആയിരിക്കും ലോസ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് നമുക്കിവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കം, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ നമ്മുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് TP ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ $40 ആയിരിക്കും പ്രോഫിറ്റ്, SL ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ $20 ആയിരിക്കും അവിടെ നമ്മുടെ ലോസ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അത് ആർക്കും ഒരു ഡൗട്ടും ഇല്ല, സിമ്പിൾ. ഓക്കെ, നമ്മുടെ ബേസിക് കാൽക്കുലേഷൻ വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഔട്ട് ഓഫ് 10 ട്രേഡ്സ് നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഔട്ട് ഓഫ് 10 ട്രേഡ്സ് ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ വിൻ റേറ്റ് എത്രയാണ്? 50% ആണ്. ഓക്കെ, 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആവറേജ് 5 ട്രേഡ് SL കിട്ടും, 5 ട്രേഡ് എന്ത് ചെയ്യും? ടാർഗറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ 10 ട്രേഡ് എടുത്തു, 10 ട്രേഡിൽ 5 ട്രേഡ് എന്തായിരുന്നു? 5 SL, അതിൻ്റെ അതുപോലെ തന്നെ 5 ടാർഗറ്റ്. ഓക്കെ, ഒരു ട്രേഡ് SL ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു $20 ആണ് ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 5 ട്രേഡ് SL ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയാണ് ലോസ് വരുന്നത്? അതായത് 5 ഇൻറ്റു 20. സോ 5 ഇൻറ്റു 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായി? $100. ഓക്കെ, അതായത് നമുക്കിവിടെ ടോട്ടൽ ലോസ് വന്നിട്ടുള്ളത് എത്രയാണ്? $100 ആണ് നമുക്കിവിടെ ടോട്ടൽ ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, 5 ട്രേഡ് TP ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ട്രേഡ് TP ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു ഒരു ട്രേഡ് TP ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? $40 ആണ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് കയറുക. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്. അപ്പോൾ 5 ഇൻറ്റു 20, സോറി 5 ഇൻറ്റു 40, ഒരു ട്രേഡ് TP ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? $40 ആണ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ 5 ട്രേഡ് TP ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 40 $200 പ്രോഫിറ്റ് അവിടെ വന്നു. ഓക്കെ, ആൻഡ് $200 പ്രോഫിറ്റും $100 ലോസും വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇവിടെ? ടോട്ടൽ വരുന്നത് 200 പ്രോഫിറ്റ്, 100 ലോസ്, 200 മൈനസ് 100, $100
പ്രോഫിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ നിൽക്കണത്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ 10 ട്രേഡ് എടുത്തു. ഓക്കെ, 10 ട്രേഡ് എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് 5 ട്രേഡ് എസ് എൽ ആയിരുന്നു, 5 ട്രേഡ് ടി പി ആയിരുന്നു. സ്റ്റിൽ നമ്മളിവിടെ എങ്ങനെ നിൽക്കണേ, $100 പ്രോഫിറ്റിലേക്കാണ്. ഓക്കെ, സോ $1000 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 10% പ്രോഫിറ്റിലാണ് നമ്മൾ സ്റ്റിൽ ഇപ്പോൾ നിൽക്കണത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10 ട്രേഡ് എടുത്തു. ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്യണ പോലെയാണ് അതിൻ്റെ വിൻ റേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 50% ആയിരുന്നു. ഓക്കെ, സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, $100 പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, 10% പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, സോ ഇതിൻ്റെ അക്കൗണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം ഓക്കെ എത്രയാണ് പ്രോഫിറ്റ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഒരിക്കലും ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ഹൈ പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു 2 to 5% അകത്ത്. ഓക്കെ, നിങ്ങൾ ഇത് പെർഫോം ഡേയ്സ് അല്ല ഞാൻ പറയണത്, പേഴ്സണൽ ക്യാപിറ്റൽ ആകുമ്പോൾ എപ്പോഴും ഒരു 2 to 5% അകത്ത് തന്നെ ഓരോ ട്രേഡിലും മാക്സിമം റിസ്ക് ചെയ്യാം. ഓക്കെ, സോ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ട്രേഡ് എടുത്തു, 5 ട്രേഡ് എസ് എൽ, 5 ട്രേഡ് ടി പി. ഓക്കെ, നമ്മൾ വിൻ റേറ്റ് ജസ്റ്റ് ഒരു 40% ഉള്ളെന്ന് വിചാരിച്ചോളൂ. സോ 40% എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 6 ട്രേഡ് എസ് എൽ ആയിരിക്കും, 4 ട്രേഡ് ആയിരിക്കും നമുക്ക് ടി പി കിട്ടണത്. ഓക്കെ, ഇപ്പോൾ 6 ട്രേഡ് എസ് എൽ ആയി, അപ്പോൾ 6 into 20 ടോട്ടൽ ലോസ് എത്രയാണ്, 6 into 20 എത്രയാണ്, 120. ഓക്കെ, അതുപോലെ തന്നെ 4 ട്രേഡാണ് ടി പി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4 into 4 എത്രയാണ്, 160. ഇപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ലോസ് വന്ന് $120 ആണ്, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയത് $160 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്, 160 മൈനസ് 120. സ്റ്റിൽ നമ്മളിവിടെ എന്താണ്, $20 പ്രോഫിറ്റിലാണ്. ഓക്കെ, നമ്മളിവിടെ എടുത്തിട്ടുള്ള മെജോറിറ്റി ഓഫ് ദ ട്രേഡ്സും എന്തായിരുന്നു, എസ് എൽ ആയിരുന്നു. ഓക്കെ, 10 ട്രേഡ് എടുത്തു, 10-ൽ 6 ട്രേഡ് എസ് എൽ, 4 ട്രേഡ് ടി പി. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മളിവിടെ എന്താണ്, $20 പ്രോഫിറ്റിലല്ലോ. ഓക്കെ, 2% പ്രോഫിറ്റിലുള്ള. സോ ആ ഒരു മെജോറിറ്റി ഓഫ് ദ ട്രേഡ്സ് ലോസ് ആയിട്ടും സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലിരിക്കാൻ കാരണം എന്താണ്, നമ്മളവിടെ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ നമ്മളവിടെ യൂസ് ചെയ്തു. ഓക്കെ, ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ $20 പ്രോഫിറ്റിലിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വിൻ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കൊരു 60% വിൻ റേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, 60% വിൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 6 ട്രേഡ് ടി പി ആയിരിക്കും, 4 ട്രേഡ് എസ് എൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ എസ് എൽ കിട്ടിയിട്ടുള്ളത് 4 ട്രേഡ്. അപ്പോൾ 4 into 20 ടോട്ടൽ ലോസ് വന്നത് $80 ലോസ്. ഓക്കെ, നമുക്കിവിടെ 6 ട്രേഡ് എന്ത് കിട്ടി, ടി പി കിട്ടി. അപ്പോൾ 6 into 40 $240 എന്ത് കിട്ടി, ടോട്ടൽ പ്രോഫിറ്റും കിട്ടി. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമുക്കിവിടെ കിട്ടുന്ന എത്രയാണ്, 240 മൈനസ് 80. അപ്പോൾ 240 80 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 160. ഓക്കെ, നമ്മളിവിടെ എന്താണ്, $160 പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് ഒരു 60% റേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി, ഔട്ട് ഓഫ് 10 ട്രേഡ്സ് നമുക്കൊരു $160 പ്രോഫിറ്റ്, അതായത് 16% പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു 16% പ്രോഫിറ്റിലോട്ട് വരാൻ കാരണം ഈ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 16% പ്രോഫിറ്റിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ട്രേഡിങ് സക്സസ്ഫുൾ ആവണമെങ്കിൽ സ്ട്രാറ്റജി മാത്രം പോരാ, നമ്മുടെ കയ്യിലൊരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ കൂടെ വേണം. ഓക്കെ, ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല, ഇവിടെ പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തില്ല. സോ പിന്നെ ഇവിടെ ഉള്ളൊരു മേജർ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് ലോസ് ആണ്. ഓക്കെ, അതായത് മാക്സ് ലോസ് നമ്മൾ ഒരു ദിവസം നമുക്ക് വരുന്ന ലോസ് നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് ലോസ് എ ഡേ 2, അതായത് ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനന്ന് ട്രേഡ് ചെയ്യത്തില്ല. അതിന് 2 റീസൺസ് ഉണ്ട്. ഓക്കെ, അതിനൊരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. സോ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം 2 ട്രേഡ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നമ്മൾ റിസ്ക് ചെയ്യണത് $20 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡിൽ $20 ആണ് നമ്മൾ റിസ്ക് ചെയ്യണം. ഓക്കെ, ഒരു ദിവസം ഫസ്റ്റ് എടുത്ത ട്രേഡ്
ലോസായി. ഓക്കെ. എഗെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതും എടുത്തു, അതും ലോസായി. ഓക്കെ. അപ്പോൾ 2 ട്രേഡ് ലോസായി. ടോട്ടൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു -4% ലോസിൽ, അല്ലെങ്കിൽ 20 + 20 $40 ലോസിലാണ് നമ്മളുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു 2 ട്രേഡൊക്കെ ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നൊരു ടെൻഡൻസി ഉണ്ടാവും. ആ ഒരു ലോസ് വന്നിട്ടുള്ള എമൗണ്ട് എങ്ങനെയാലും തിരിച്ചു പിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിവെഞ്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങും, ഓവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു 2 സാധനങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യത്തില്ല, റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യത്തില്ല, നമ്മൾ എക്സ്ട്രാ റിസ്ക് ചെയ്യും, സ്ട്രാറ്റജി ഒന്നും പ്രോപ്പറായിട്ട് ഫോം ആവാതെ ആയിരിക്കും ആ ഒരു ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ നമ്മളൊരു ബിഗ് ലോസിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ഒരു ദിവസം ഇത്ര ട്രേഡ് ലോസ് ആയി കഴിഞ്ഞ് പിന്നെ അന്ന് ട്രേഡ് ചെയ്യത്തില്ല എന്നുള്ളൊരു ഡിസിഷനിലോട്ട് വരാം. അത് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പില്ലറാണ്. ഓക്കെ. മാക്സ് ലോസ്. ഓക്കെ. അതായത് ഒരു ദിവസം ഇത്ര ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ. അപ്പോൾ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു പേഴ്സണൽ അക്കൗണ്ടിനാണ്, ബ്രോക്കർ അക്കൗണ്ടിനാണ്. ഇതൊരിക്കലും പ്രോപ്പ് ഫേംസിന് വേണ്ടിയിട്ടല്ല. സോ പ്രോപ്പ് ഫേംസിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് വരുന്ന സെഷൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്കിനി ഡേ 16 കാണാം. ബൈ.